തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന രോഗി മരിച്ചു. കൊല്ലം പേരയം സ്വദേശി വിൽഫ്രഡാണ് മരിച്ചത്. അക്ഷയ കൃഷ്ണാനന്ദ് ചേരുകയാണ് വിവരങ്ങളുമായി. അക്ഷയ, വിൽഫ്രഡിന്റെ മരണം, ആ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ്? ഈ ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് ഇത് സംബന്ധിച്ച് ഏത് തരത്തിലാണ് വീഴ്ചയുണ്ടായിരിക്കുന്നത്? അക്ഷയ, വിൽഫ്രഡിനെ 25-ാം തീയതിയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. മഞ്ഞപ്പിത്തം കരളിനെ ബാധിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മഞ്ഞപ്പിത്തം മൂർച്ഛിച്ച സാഹചര്യത്തിലാണ് ഇയാൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയത്. ഇത്തരത്തിൽ രാത്രി കട്ടിലിൽ കിടന്നുറങ്ങവേ ഇയാൾ അസ്വസ്ഥനായി കട്ടിലിൽ നിന്ന് വീണതാണ് എന്നുള്ളതാണ് ആശുപത്രി അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസം, അതായത് 30-ാം തീയതിയാണ് വിൽഫ്രഡ് മരിച്ചത്. സംഭവത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്തായാലും സാധാരണ നമ്മൾ പ്രൈവറ്റ് ആശുപത്രിയിലൊക്കെ തന്നെ ഈ ബെഡിന്റെ സൈഡിലായിട്ട് ഒരു കവചം കാണാറുണ്ട്. എന്നാൽ ഈ ഒരു ഗവൺമെന്റ് ആശുപത്രിയിൽ നമ്മൾ സാധാരണ അത് കാണാറില്ല. അത്തരത്തിൽ പരിമിതികളുടെ ഒരു പ്രയാസം കൊണ്ടുകൂടിയാണ് ഈ വിൽഫ്രഡ് മരിച്ചത് എന്നുകൂടെ പറയേണ്ടി വരും. മഹേഷ്, അതാണ് വിൽഫ്രഡ് എന്ന് പറയുന്ന രോഗിയാണ് മരിച്ചിരിക്കുന്നത്. കൊല്ലം പേരയം സ്വദേശിയാണ്.